ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് റേഞ്ച് ചെക്ക് ചെയ്യുക എന്നുള്ളത്. BSNLന്റെ ഇപ്പോൾ പല റേഞ്ചിലുള്ള പോർട്ടിങ്ങിലും എല്ലാവരും പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ഏരിയയിൽ ഏത് നെറ്റ്വർക്കാണ് ഏറ്റവും ബെസ്റ്റ് നെറ്റ്വർക്ക് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം നിങ്ങളുടെ ഏരിയയിൽ ഏത് ബെസ്റ്റ് നെറ്റ്വർക്ക് ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അതിലോട്ട് കിടക്കാം. ഏത് നെറ്റ്വർക്ക് ആയാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അതിന് ഇപ്പോൾ എല്ലാവരും എല്ലാ സിമ്മും മേടിച്ചിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് റേഞ്ച് ഏതിന്റെ കൂടുതൽ, നിങ്ങളുടെ ഏരിയയിൽ ഏത് നെറ്റ്വർക്കാണ് റേഞ്ച് കൂടുതൽ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നുള്ളൂ സിമ്പിൾ ആയിട്ട്. അപ്പൊ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം, അതിനോട്ട് കിടക്കാം. ഇതാണ് വരുന്ന വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ റേഞ്ച് ചെക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്ഷൻ ആണ്. വെബ്സൈറ്റിലൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്പീഡ്, നമ്മൾ വൈഫൈ കണക്ട് ചെയ്തേക്കുന്ന അതിന്റെ സ്പീഡ് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കവറേജ് മാപ്പ് എന്നുള്ളതുണ്ട്. കവറേജ് മാപ്പ് നമ്മൾ ഞെക്കുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. ഇനിഷ്യലൈസ് ചെയ്ത് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ലോഡായിട്ട് വരട്ടെ. ലോഡായിട്ട് വരുമ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കരിയർ എവിടെ, നമ്മുടെ ഏത് കരിയറാണ്. ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് ഇത്ര നെറ്റ്വർക്കാണ് ഇന്ത്യയിൽ വരുന്നത്. VI, വോഡഫോൺ, എയർടെൽ. ഫസ്റ്റ് ആയതുകൊണ്ട് BSNL ആണ് ഞാൻ എടുത്തേക്കുന്നത്. BSNL എടുത്തു. നമ്മുടെ ഏരിയ നെറ്റ്വർക്ക് ഏതൊക്കെയാണെന്നുണ്ട്. 5G ഇല്ലാത്തതുകൊണ്ട് അത് കാണിക്കുന്നില്ല. കാരണം ഓരോന്നും ഓരോ കളറിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ കളർ അനുസരിച്ച് നമ്മൾ നോക്കുക. 5Gയുടെ ഏത് കളറാണെന്നുള്ളത് നോക്കുക. അനുസരിച്ച് ഇപ്പോൾ ജിയോക്ക് BSNL 5G ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ജിയോടെ നോക്കണം. കണ്ടോ, ഫുൾ 5G ആണ് വന്നിരിക്കുന്നത്. ഈ ഏരിയയിലെല്ലാം ഈ കളർ 5Gയുടെ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ എവിടെയൊക്കെയാണ് റേഞ്ച് കൂടുതലുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട്, നിങ്ങളുടെ ഏരിയയിൽ BSNL റേഞ്ച് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓരോന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ BSNLോട്ട് മാറാതിരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഏരിയയിൽ ഏതൊക്കെയാണ് ചെന്നിട്ട് BSNLോട്ട് മാറുന്നതാണ് ഏറ്റവും പുതിയതായിട്ട് നല്ലത്. ഭൂരിഭാഗം BSNLേ ഉള്ളൂ കുറവ് നെറ്റ്വർക്കിൽ റേഞ്ച് കിട്ടുന്നത്. ബാക്കിയെല്ലാം ഭൂരിഭാഗവും നെറ്റ്വർക്കിൽ അത്യാവശ്യം റേഞ്ചെങ്കിലും കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നെറ്റ്വർക്കും. BSNL കോളിംഗ് റേഞ്ച് കിട്ടും, നെറ്റിന്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കുക. ഇപ്പൊ പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ എല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള നെറ്റ്വർക്ക് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഈ നെറ്റ്വർക്കിന്റെ എല്ലാ റേഞ്ചും 5Gയിലാണോ ഉള്ളതെന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. വെബ്സൈറ്റ് വഴി നമുക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. നമുക്ക് ഇനി പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആപ്പിലോട്ട് പോവാം. ആപ്പിലോട്ട് പോയിട്ട് ആപ്പിനകത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ആപ്പിലോട്ട് കിടക്കുമ്പോൾ ഇങ്ങനെയാണ് എന്റെ നെറ്റ്വർക്കിന്റെ ഇതാ കാണിക്കുന്നത്. വൈഫൈയുടെ നെറ്റ്വർക്കാണ് കാണിക്കുന്നത്. നമ്മൾ നേരെ ലൊക്കേഷനിലോട്ട് പോവുക. ലൊക്കേഷനിൽ കൊടുക്കുമ്പോൾ നമ്മുടെ റേഞ്ച് കാണിക്കും. ഇവിടെ എവിടെയൊക്കെയാണ് റേഞ്ച് ഉള്ളതെന്ന് കാണിക്കും. എൻ്റെ ഏരിയയിൽ എവിടെയൊക്കെയാണെന്നുള്ളത് റേഞ്ച് എന്നുള്ളത് കാണിക്കും. ഇവിടെ എല്ലാ ഓപ്പറേറ്റേഴ്സിൻ്റെയും കാണിക്കുന്നുണ്ട്. ഓപ്പറേറ്റേഴ്സ് അവിടെ നിൽക്കിയിട്ട് നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് 5G ആണോ വേണ്ട, ഏതിൻ്റെ. ഇപ്പം ഞാൻ ഇതിൽ BSNL കൊടുക്കുന്നത്. BSNL 5G ഇല്ല, പക്ഷെ നമ്മൾ കൊടുത്തു. BSNL എൻ്റെ ഏരിയയിൽ നെറ്റ്വർക്കിൻ്റെ റേഞ്ച് ഉണ്ട് എന്നെനിക്ക് കാണിക്കുന്നുണ്ട്. റേഞ്ച് ഉണ്ട്. അതുപോലെ എയർടെലിന് റേഞ്ച് ഉണ്ട്. എല്ലാം ഈ കാണിച്ചിരിക്കുന്ന പച്ചയെല്ലാം നമുക്ക് റേഞ്ചാണ് കാണിക്കുന്നത്. ഇത്രയാണ് റേഞ്ച് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റേഞ്ച് നോക്കാം. ഇപ്പൊ VIയുടെ നോക്കാം. ഉണ്ടോ, നമ്മുടെ റേഞ്ച് കാണിക്കുന്നുണ്ട്. എൻ്റെ ഏരിയയിൽ എവിടെയൊക്കെയാണ് റേഞ്ച് കാണിക്കുന്നുള്ളത്. അത്യാവശ്യം എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നൊക്കെ കറക്റ്റാ. അത്യാവശ്യം റേഞ്ച് ഉണ്ട് എനിക്ക്. കുഴപ്പമില്ലാത്ത റേഞ്ച്, എന്നാലും വലിയ റേഞ്ച് ഇല്ല. ഈ ചുമപ്പ് കിട്ടുന്നിടത്ത് ഭയങ്കര റേഞ്ച് ആയിരിക്കും, അതാണ് ഈ കാണിക്കുന്നത്. ഈ പച്ച കിട്ടുന്നിടത്ത് വലിയ റേഞ്ച് ഇല്ലെങ്കിൽ റേഞ്ച് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. കാരണം ഗുഡ് കവറേജ് ഉള്ളത് ചുവപ്പാണ് കാണിക്കുന്നത്. ഗുഡ് കവറേജ് പ്ലസ് ആണ്, പച്ചയാണ് കാണിക്കുന്നത്. പക്ഷെ എൻ്റെ ഏരിയയിലേക്ക് അത്രയ്ക്ക് കവറേജ് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ചുമന്ന കാണിക്കുന്നതെല്ലാം ബാഡ് കവറേജിന്റെയാണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അവര് നമ്മുടെ മാപ്പ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഉണ്ടോ, പിന്നെ വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ മണ്ടയ്ക്ക് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് എന്നുള്ളതുണ്ട്. ഇതിൽ കൊടുക്കുമ്പോൾ കണ്ടോ, നമുക്ക് നമ്മുടെ റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇപ്പൊ എൻ്റെ എയർടെലിന്റെ ആണെങ്കിൽ, അല്ല ഞാനിപ്പോ ജിയോ യൂസ് ചെയ്യുന്നത്, എനിക്ക് 82% നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. എനിക്ക് റേഞ്ച് 82.41 ഡൗൺലോഡിങ് സ്പീഡും 6.12 എനിക്ക് സ്പീഡ് കിട്ടുന്നുണ്ട്. എയർടെലിനാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ റേഞ്ചാണ് കാണിക്കുന്നത്. നമ്മുടെ ഏരിയയിൽ ഏതൊക്കെ നെറ്റ്വർക്കിനാണ് സ്പീഡ് കൂടുതൽ എന്നുള്ളത് റേഞ്ച് സഹിതം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. റേഞ്ച് അല്ല, ഡൗൺലോഡിങ് സ്പീഡും അപ്ലോഡിങ് സ്പീഡും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊരു 100% ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് ഞാൻ പറയും. കാരണം ഇതിനേക്കാളും ഒരു പൊട്ടിക്ക് കുറവാണ്. പക്ഷെ ഇത് നമ്മുടെ ഫോണിന്റെ നെറ്റ്വർക്കിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ, ഫോണിന്റെ ആന്റിനയ്ക്ക് പറ്റുന്ന രീതിയിൽ ഇത് പിടിച്ചെടുക്കത്തുള്ളൂ നെറ്റ്വർക്ക്. ഇതിപ്പോ എല്ലാ ഫോണുകൾക്കും പറ്റുന്ന രീതിയിലുള്ള ഡേറ്റയാണ് ഈ കാണിച്ചേക്കുന്നത്.
നമ്മുടെ ഫോൺ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഇതിലും താന്നായിരിക്കും റേഞ്ച് വരുന്നത്. കാരണം ആ റേഞ്ച് പിടിക്കാനുള്ള കഴിവ് അനുസരിച്ച് ഈ ഈ ഡേറ്റകൾ മാറിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഇതിനകത്ത് അപ്പം നമുക്ക് വ്യത്യാസമായിരിക്കും കിട്ടുന്നത്. അത് നിങ്ങളൊന്നും അറിയുക. പക്ഷെ നമ്മുടെ ഏരിയയിലെ നെറ്റ്വർക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. നമ്മുടെ ഏരിയയിൽ ഏറ്റവും നല്ല നെറ്റ്വർക്ക് ഏതാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ ഫോണിന് അത് റേഞ്ച് പിടിക്കാനുള്ള കഴിവ് അനുസരിച്ച് അത് കുറയും കൂടുകയും ഒക്കെ ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഇത്രയും മാക്സിമം കിട്ടും നമുക്ക് റേഞ്ചിന്റെ അനുസരിച്ച്. ഇപ്പൊ റേഞ്ച് നമുക്ക് ടവറിന്റെ അടുത്ത് നിൽക്കുകയെങ്കിൽ നല്ല റേഞ്ച് കിട്ടും. പക്ഷെ നമ്മൾ മാറി നിൽക്കുമ്പോൾ അത്ര റേഞ്ച് പിടിക്കാനുള്ള സിഗ്നൽ നമ്മുടെ ആന്റിനയ്ക്ക് അത്രയും കുറവാണ്. അതുകൊണ്ടാണ് ആ സിഗ്നൽ കുറയുന്നത്. നമുക്ക് ആ സ്പീഡ് കുറയുന്നതിന്റെ കാരണം. നമ്മുടെ ഏരിയയിൽ ഇത്രയും സ്പീഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 30 MB/s നമുക്ക് ഡൗൺലോഡിംഗ് സ്പീഡ് കിട്ടുന്നുണ്ട്. ഇപ്പൊ എയർടെലിനാണെങ്കിലും ജിയോയ്ക്കാണ് കൂടുതൽ. എൻ്റെ ഏരിയയിൽ ജിയോയ്ക്കാണ് 82.42. അപ്പൊ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ ഈ ആപ്പിലൂടെ. ഈ ആപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓപ്പൺ സിഗ്നൽ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. നിങ്ങളത് പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് റേഞ്ച് കൂടുതൽ എന്നുള്ളത് നിങ്ങൾ മേടിക്കും. ഇപ്പൊ BSNLന്റെ റേഞ്ച് ആണ് എല്ലാവർക്കും അറിയേണ്ടത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ച് ഉണ്ട് എന്ന് പറയാം. കാരണം ഈ പ്രൈസ് നമ്മൾ നോക്കണം. വീട്ടിലൊരു വൈഫൈ കാര്യങ്ങൾ ഉള്ളവര് പിന്നെ ഇതിലോട്ട് BSNL മാറിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഏത് നെറ്റ്വർക്കിലായാലും 90 ദിവസം കഴിയാതെ നിങ്ങൾക്ക് വേറെ നെറ്റ്വർക്കിലോട്ട് മാറാനായിട്ട് സാധിക്കത്തില്ല. അത് നിങ്ങൾ ഓർത്ത്. പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ BSNL വന്നിട്ട് റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അയാൾക്ക് അത് മാറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വേറൊരു സിം സെക്കൻഡറി ആയിട്ട് എടുക്കേണ്ടി വരും. അല്ലാതെ ഈ ഒരു സിം ഉള്ള ആൾ ഇപ്പൊ പോർട്ട് ചെയ്യുന്ന വെച്ചാൽ മെയിൻ സിം. പക്ഷെ നിങ്ങളുടെ ഏരിയയിൽ റേഞ്ച് ഇല്ലെന്ന് പറഞ്ഞിട്ട് വേറെ സിമ്മിലോട്ട് നമുക്ക് ഉടനെ മാറാനായിട്ട് സാധിക്കത്തില്ല. നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ എടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിടുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാം. ഇതൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത്